പ്രേംകുമാർ മഞ്ഞക്കുറ്റിയുടെ ശാപം മാറുകയാണ്. മഞ്ഞക്കുറ്റിയുടെ ശാപം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞക്കുറ്റി ഇട്ടുപോയതുകൊണ്ട് ഒന്ന്, ഈ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതി കിട്ടിയിട്ടില്ല, പ്രാഥമികമായിട്ടുള്ള അനുമതിയേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മഞ്ഞക്കുറ്റി കിടക്കുന്നത് കൊണ്ട് ആ ഭൂമി എങ്ങനെയാണോ അതിൻ്റെ ഉടമസ്ഥന് സാധാരണ നിലയിൽ ഉപയോഗിക്കാൻ കഴിയുക, അതുപോലെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ബാങ്കുകൾ മഞ്ഞക്കുറ്റി കിടക്കുന്ന ഭൂമിയെ ആ നിലയ്ക്കായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ വിജ്ഞാപനം റദ്ദാക്കപ്പെടുന്നതോടുകൂടി അലൈൻമെന്റ് ഉള്ള മേഖലകളിലെ ഭൂമിയുടെ ഉടമസ്ഥർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടുകയാണ്. അപ്പോൾ ചോദിക്കും, അവരുടെ ഭൂമി ആരെങ്കിലും പിടിച്ചെടുത്തോണ്ട് പോയോ എന്ന്. ഇല്ല, പക്ഷേ ആ മഞ്ഞക്കുറ്റി ഒരു ശാപം പോലെ അവിടെ കിടക്കായിരുന്നു. എങ്ങനെ കാണണം സർക്കാരിന്റെ ഈ തീരുമാനത്തെ? ആ മനുഷ്യരുടെ ആശങ്ക നെഞ്ചിലെടുത്ത് വെച്ച വലിയ കനമെടുത്ത് ഇറക്കി വെച്ചതുപോലെ ഇല്ലേ? അഭിലാഷിന്റെ ചർച്ചയുടെ ടൈറ്റിലും എനിക്ക് മുന്നേ സംസാരിച്ച 4 പേര് സംസാരിച്ച കാര്യങ്ങളിലും അവരുടെ അഭിപ്രായങ്ങളല്ലാതെ വസ്തുതകൾ പലതും അവർ മൂടി വെക്കുകയാണെന്നുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം തരണം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, പലരുടെ വീടുകളിലും വീടിൻ്റെ ഉള്ളിലും ഈ മഞ്ഞക്കുറ്റി കാണുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വീട് വിൽക്കാൻ പറ്റില്ല, സ്ഥലം വിൽക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം അവരെ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് റിലീഫാണ് എന്നുള്ള കാര്യത്തിന് എനിക്ക് തർക്കമില്ല. നോട്ടിഫൈ ചെയ്തു എന്നുള്ളതുകൊണ്ട് ആ ആളുകൾ തൽക്കാലം അവരുടെ ടെൻഷനിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ ഇതിന്റെ ഹിസ്റ്ററി ഒന്ന് നോക്കണം നമ്മൾ. അതായത് കേന്ദ്ര ഗവൺമെന്റ് 49%, സംസ്ഥാന സർക്കാരുകൾക്ക് 51% രീതിയിൽ കോർപ്പറേഷനുകൾ രൂപീകരിച്ചിട്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ട രീതിയിൽ ഹൈസ്പീഡ് ഓർ സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ഉണ്ടാക്കുക എന്നുള്ള പദ്ധതി പിണറായി വിജയന്റെ പദ്ധതിയല്ല, കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്. അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതും DPR സബ്മിറ്റ് ചെയ്തതും കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദ് മുംബൈ കോറിഡോറിന്റെ വർക്ക് ഏകദേശം തീരാറായി. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി തുടങ്ങിയ പദ്ധതിയല്ല. ഇടതുപക്ഷ മുന്നണി തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും കേരളത്തിന് തെക്കു വടക്ക് അതിവേഗ റെയിൽ എന്നുള്ള ഒരാശയം ഉണ്ടായിരുന്നു, പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. ഈ 2026 ഇലക്ഷനെ ഫേസ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഇപ്പൊ അധികാരത്തിലേറിയ UDF ഇറക്കിയിട്ടുള്ള 6 പേജുള്ള അവരുടെ സമ്മറി പ്രകടന പത്രികയിലെ 5ാമത്തെ പേജിൽ നടുവിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ റെയിൽ കോറിഡോർ ഉണ്ടാക്കുമെന്ന്. HSR, സെമി ഹൈസ്പീഡ് അല്ല, ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ഉണ്ടാക്കുമെന്ന്. സമരസമിതിയുടെ പ്രതിനിധി ഇവിടെ പറയുന്നത് 100% കേരളത്തിന് വേണ്ടാത്തതാണെന്നാണ്. കേരയിൽ എന്ന് പേരുള്ള അല്ലെങ്കിൽ സിൽവർ ലൈൻ എന്ന് പേരുള്ള പിണറായി വിജയന്റെ സിമ്പിളായിട്ട് നിങ്ങൾ കാണുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് അങ്ങനെ പറയാം. പക്ഷേ കേരളത്തിന് അതിവേഗ റെയിൽ വേണ്ട എന്നുള്ളൊരു അഭിപ്രായം നിലവിൽ അധികാരത്തിൽ വന്നിട്ടുള്ള UDF സർക്കാരിനും ഇല്ല. 2011, 2016, 2021, 2026 പ്രകടന പത്രികയിലെല്ലാം LDFും UDFും പറയുന്നുണ്ട് കേരളത്തിന് വേണ്ടതാണ് തെക്ക് വടക്ക് അതിവേഗ റെയിൽ എന്നുള്ളത്. പിന്നെ അത് എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിലാണ് കഴിഞ്ഞ തവണ, അതായത് പിണറായി വിജയന്റെ സെക്കൻഡ് ടേമിൽ ഇത് നടപ്പിലാക്കിയതിൽ ഇതിന്റെ ഗുണഭോക്താക്കളെയും ഇതിന്റെ ദോഷം ബാധിക്കുന്ന ആളുകൾ, സ്ഥലം ഏറ്റെടുക്കുന്ന ആളുകളെയും പറഞ്ഞു ബോധ്യപ്പെടുത്താനും എടുക്കുകയും ചെയ്യുന്നതിൽ സർക്കാരിന് വിജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. അഥവാ സർക്കാരിനെ വിജയിക്കാൻ ഇവിടെയുള്ള മാധ്യമങ്ങളോ വലിയൊരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികളോ സമ്മതിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇനി ഈ സമരത്തിന്റെ വിജയമായിരുന്നു ഇതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ തീയതി വരെ, ഇന്ന് രാവിലെ ക്യാബിനറ്റ് ഡിസിഷൻ വരുന്നത് വരെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് മുന്നിലിരിക്കുന്ന DPR, കേരള കോർപ്പറേഷൻ സമർപ്പിച്ച DPR തള്ളിയിട്ടില്ല, ആക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല. ഇതാണ് ലീഗൽ സ്റ്റാറ്റസ്, അതായത് ശരിയായ സ്റ്റാറ്റസ് ഇതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ കിട്ടാത്തത് കൊണ്ട് ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അഭിലാഷ് പറഞ്ഞതുപോലെ അതെന്താണ്, ഫ്രീസറിൽ വെച്ച അവസ്ഥയാണ്. ഗവൺമെന്റ് ആയിട്ട്, കേരള ഗവൺമെന്റ് ആയിട്ട് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു, അത് വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു. വേണ്ടെന്ന് തീരുമാനിച്ചതിന്റെ കാരണമായിട്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം സാധാരണ പോലെ ഒരു നല്ല നുണയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതിന് DPR പോലും ഇല്ല എന്നാണ്. ജൂൺ 24-ാം തീയതി കേരള കോർപ്പറേഷൻ പ്രോപ്പറായ DPR. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? പ്രോപ്പറായ DPR ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് റെയിൽവേ മന്ത്രാലയമാണ്. റെയിൽവേ മന്ത്രാലയം ഇന്നേ വരെ ഇത് പ്രോപ്പറായ DPR അല്ല, അതുകൊണ്ട് തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. കൊടുത്തിട്ട് എത്ര വർഷമായി എന്നറിയോ? 6 വർഷമായി. അത് അവിടെ വെച്ചിരിക്കുകയാണ്. അവർ ക്വയറീസ് ചോദിക്കുന്നു, അവർ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തുന്നു. അപ്പം DPR ഇല്ല എന്നുള്ളതല്ല പ്രശ്നം.
രണ്ടാമത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം എന്താണ്? 200 കിലോമീറ്ററോളം എംബാങ്ക്മെന്റ് ആണ്. അത് കേരളത്തിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. എംബാങ്ക്മെന്റ് സ്വാഭാവികമായിട്ടും ചരിഞ്ഞു കിടക്കുന്ന കേരളത്തിന് പ്രശ്നം ഉണ്ടാവും. അതിനിടയിലൂടെ വെള്ളം ഒഴുകാനുള്ള സംവിധാനം ഉണ്ടാവുക വേണ്ടത്. നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിനപ്പുറത്തേക്കും 45 മീറ്റർ വീതിയിൽ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രയോ ദൂരം എംബാങ്ക്മെന്റ് ആണ്, കുറെ ദൂരം പുഴയേക്കാൾ ആഴത്തിൽ കീറിയിട്ടാണ് ഇത് ലെവലാക്കിയിട്ടുള്ളത്. അതിലൂടെ ഈ മഴക്കാലത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ അത് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇനി വി ഡി സതീശൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ കേരളത്തിന് ഇതുപോലെ ഹൈസ്പീഡ് റെയിൽ കോറിഡോർ വേണം. അദ്ദേഹം വളരെ വിചിത്രമായ 2 കാര്യങ്ങൾ പറയുന്നു. സാമ്പത്തിക ബാധ്യതയില്ലാതെ, പാരിസ്ഥിതിക പ്രത്യാഘാതമില്ലാതെ ഹൈസ്പീഡ് റെയിൽ ഉണ്ടാക്കുന്നുള്ളതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അത്. കാരണം എങ്ങനെയാണ് ഇത്രയും നീളത്തിൽ ഒരു റെയിൽ കോറിഡോർ ഉണ്ടാക്കുക പാരിസ്ഥിതിക ആഘാതമില്ലാതെ? ഒരു വികസന പ്രവർത്തനവും, നിങ്ങളൊരു വീട് വെക്കുന്നതായിരുന്നാലും കിണർ കുഴിക്കുന്നതായിരുന്നാലും ശരി, പാരിസ്ഥിതിക ആഘാതം ഇല്ലാതെ നടപ്പിലാക്കാൻ പറ്റില്ല. പിന്നെ അത് ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതവും അതുകൊണ്ട് മൊത്തം ജനങ്ങൾക്കും സമൂഹത്തിനുണ്ടാകുന്ന ഗുണവും കൂടെ തട്ടിച്ചു നോക്കിയിട്ടാണ്, അതിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയാം, EIA. ഇത് തട്ടിച്ചു നോക്കിയിട്ടാണ് ചെയ്യാം. പിന്നെ ആളുകൾക്ക് അലർജി ഉള്ളത് നിങ്ങൾ ഈ പറയുന്ന പോലെ മഞ്ഞക്കുറ്റി എന്ന് പറഞ്ഞ സാധനത്തോടല്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നത് പന്തീരാങ്കാവിന് തൊട്ടടുത്തിരുന്നിട്ടാണ്. പന്തീരാങ്കാവ് മുതൽ പാലക്കാട് വരെയാണ് പുതിയ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ ഉണ്ടായി വരുന്നത്. അത് അവസാനിക്കുന്നത് പന്തീരാങ്കാവിലാണ്. ഈ റൂട്ടിൽ ത്രൂ ഔട്ട് മഞ്ഞക്കുറ്റികൾ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. മഞ്ഞ നിറമുള്ള കുറ്റി തന്നെയാണ്. അവിടെ അക്വയർ ചെയ്യപ്പെട്ട ലാൻഡ് അക്വയർ ചെയ്യപ്പെട്ട ആളുകൾക്കെല്ലാം മാർക്കറ്റ് വിലയേക്കാൾ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ഏത് നിരക്കിൽ നഷ്ടപരിഹാരം നമ്മൾ അത്രയും വിപുലമായി ആ കാര്യം സംസാരിച്ചു പോകുമ്പോഴുള്ള 1-2 പ്രശ്നങ്ങളുണ്ട് ഡോക്ടർ പ്രേംകുമാർ. ഒന്നാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞതുപോലെ ഇത് സെൻട്രൽ മിനിസ്ട്രി അല്ലെങ്കിൽ റെയിൽവേ മൂട്ട് ചെയ്ത് അവർ പ്രപ്പോസ് ചെയ്ത പദ്ധതിയാണ്. ശരിയാണ്. എപ്പോ 2015-16 ഒരു സംയുക്ത പദ്ധതി എന്നുള്ള നിലയിൽ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ച് പോവാം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് കെ റെയിൽ കോർപ്പറേഷൻ ഉണ്ടായത്. അത് ശരിയാണ്. അതിന് ഇൻ പ്രിൻസിപ്പിൾ അനുമതിയാണ് റെയിൽവേയിൽ നിന്ന് കിട്ടിയത്. ഇൻ പ്രിൻസിപ്പിൾ അനുമതി കിട്ടിയ ശേഷം ആ സ്റ്റാറ്റസിലുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി ഒരു വിജ്ഞാപനം ഇറക്കി ഭൂമി ഏറ്റെടുക്കാൻ ഒരുമ്പെട്ടപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ജനങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ അവരുടെ ഭൂമിയിൽ മഞ്ഞ കുറ്റി വന്ന് വീഴുമ്പോൾ എന്താ ചെയ്യാൻ കഴിയുക? ഇൻ പ്രിൻസിപ്പിൾ അനുമതി മാത്രം കിട്ടിയിട്ടുള്ള, റെയിൽവേ ഫൈനലായി അംഗീകരിക്കാത്ത ഒരു പദ്ധതിയുടെ പേരിൽ ഈ മഞ്ഞക്കുറ്റി പേറുന്ന ഭൂമി എത്രയോ കാലമായി കിടക്കായിരുന്നു. അപ്പോൾ ആ മഞ്ഞക്കുറ്റി അവിടുന്ന് പിഴുതു മാറ്റുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ മനുഷ്യരെ സംബന്ധിച്ച് നടക്കാത്ത, എന്നെങ്കിലും ഒരു പക്ഷേ നടന്നേക്കാം എന്ന് മാത്രം പറയാവുന്ന, നടക്കാൻ ചിലപ്പോൾ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു പദ്ധതിയുടെ പ്രേതം പോലെ മഞ്ഞക്കുറ്റി പേറി ഈ ഭൂമി കൈവശം വെച്ചുകൊണ്ടിരുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് എത്ര വലിയ കാര്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ സമ്മതിച്ചു. അഭിലാഷ് തന്നെ ഇലക്ഷന് ശേഷം നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, കേരളത്തിന്റെ വികസനത്തിന് ഉതകുന്ന പദ്ധതിയാണ് സിൽവർ ലൈൻ, അതിനോട് ജനങ്ങൾ എതിർക്കേണ്ട കാര്യമില്ല. പക്ഷേ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് നടത്തുന്നതിൽ ഇടതുപക്ഷ സർക്കാർ പരാജയപ്പെട്ടു. ഇതാണ് വാസ്തവം. അല്ലാതെ ഇവിടുത്തെ സമരസമിതിക്കാർ പറയുന്നത് പോലെ ഇത് ആവശ്യമില്ലാത്ത പദ്ധതി ആയതുകൊണ്ടല്ല. കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിൽ വരേണ്ടതായിരുന്നു, വരേണ്ട പദ്ധതിയാണ് എന്ന് എല്ലാ കാലവും UDF-ഉം LDF-ഉം പറയുന്നുണ്ട്. അതാണ് പറഞ്ഞത്. ഇപ്പോ ഈ 2 മാസം മുന്നേ ഇറക്കിയ പ്രകടന പത്രികയിലും UDF പറയുന്നുണ്ട് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ കൊണ്ടുവരുമെന്ന്. ഹൈസ്പീഡ് റെയിൽ കോറിഡോർ കൊണ്ടുവരുമ്പം ഇവരൊരു DPR ഉണ്ടാക്കും, റെയിൽവേ ബോർഡിന് സബ്മിറ്റ് ചെയ്യും, റെയിൽവേ ബോർഡ് അംഗീകരിക്കും, അപ്പൊ നടപ്പിലാക്കും. ഇനി ഒരു കാര്യം അഭിലാഷിന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇത് നടക്കാതെ പോയത് കേന്ദ്രത്തിലെ BJP-യുടെ പൊളിറ്റിക്കൽ ഡിസിഷനാണ്. കെ സുരേന്ദ്രൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, സിൽവർ ലൈൻ പദ്ധതി വേണ്ടതില്ല എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചതാണ്. നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് ആരാണ് സമരം നടത്തിയെന്നുള്ളത്. ഈ സമരസമിതിയും BJP-യും ജമാഅത്തെ ഇസ്ലാമിയും സകല ഇടതുപക്ഷ മുന്നണിയിലില്ലാത്ത സകല സംഘടനകളും കൂടി ചേടിയായിരുന്നു. അത് BJP-യുടെ പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു. കേരളത്തിന്റെ വളരെ വളരെ പുരോഗതിയിലേക്കുള്ള വലിയൊരു വികസന സാധ്യതയാണ് ഇല്ലാതായി പോയത്. അതിലേക്ക് വരാം. അതിന് രാഷ്ട്രീയമായ മറുപടികൾ UDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് പ്രശ്നം. ശരി, അതൊരു പ്രശ്നമാണ്. അപ്പൊ ഇടവേളയിൽ